വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് പ്ലസ്. ടെൻസിലെ പ്രസൻറ്റ് ടെൻസിലെ അവസാനത്തെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അഥവാ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറയും. ഇതിൻ്റെ ഫോർമാറ്റ് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. കുറച്ച് ലോങ് ആണ്, പക്ഷേ സിമ്പിളാണ്, പറഞ്ഞുതരാം. സബ്ജക്റ്റ് ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നമുക്ക് നോക്കാം. സബ്ജക്റ്റ് ഷീ ആക്കി എടുക്കുന്നു. ഷീ, അപ്പം ഹാസ് ഹാവ്, ഇതിലേത് വരും? ഹാസ്. ഷീ ഹാസ് ബീൻ. പിന്നെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും എന്താണെങ്കിലും ബീൻ ഇവിടെ നിർബന്ധമാണ്. ഷീ ഹാസ് ബീൻ. പിന്നെ വേർബ് വർക്ക്, ING, വർക്കിംഗ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ് ഫോർ 3 days. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ് ഫോർ 3 days. ഓൺ ദിസ് പ്രോജക്റ്റ് അതൊക്കെ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്, നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഷീ ഹാസ് ബീൻ വർക്കിംഗ്. പക്ഷെ അതിനൊരു കംപ്ലീറ്റ് മീനിങ് വരണമെങ്കിൽ എന്തിൻ്റെ മേലെയാണ് വർക്ക് ചെയ്യുന്നതും കൂടെ പറയണം. സോ ഇതാണ് നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമാറ്റ്. ഇങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് ഇതിൽ ഉണ്ടാക്കുക. എവിടെ നമ്മളിത് യൂസ് ചെയ്യാം? ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂ അപ് ടു ദ പ്രസൻറ്റ്. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യം അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ് ഫോർ 3 days എന്ന് പറഞ്ഞാൽ അവൾ 3 ദിവസമായി ഈ ഒരു പ്രോജക്റ്റിൻ്റെ മേലെ വർക്ക് ചെയ്യുന്നു. 3 ദിവസമായി തുടങ്ങിയിട്ട് ഇപ്പോഴും അതിൻ്റെ മേലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. വളരെ സിമ്പിളാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമാണ്, അതായത് ഇവിടെ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി ഇവിടെ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ വരുന്നത് സിൻസ് ഫോർ, ആ ഒരു കാര്യം നമ്മൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്കത് കൺഫ്യൂഷൻ വരുന്നത്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ് ഫോർ 3 days. അവിടെ 3 days എന്നുള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈം, അതുകൊണ്ടാണ് നമ്മൾ 4 യൂസ് ചെയ്തത്. ഇനി സിൻസ് ആണെങ്കിലോ ഒരു പെർട്ടിക്കുലർ ടൈം. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ് സിൻസ് 5 o'clock. ആ ഒരു പെർട്ടിക്കുലർ ടൈം ആണെങ്കിൽ നമ്മൾ സിൻസ് യൂസ് ചെയ്യും. ഒരു പീരീഡ് ഓഫ് ടൈമാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ 4 യൂസ് ചെയ്യും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അപ്പോൾ ഇത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് പറയാനുള്ളത്. 4 ക്ലാസിഫിക്കേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ദ ലാസ്റ്റ് വൺ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പാസ്റ്റ് ടെൻസിലേക്കായിരിക്കും പോകുന്നത്. പാസ്റ്റ് ടെൻസിൻ്റെ ഇതേപോലെയുള്ള 4 ക്ലാസിഫിക്കേഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. I'll see you in the next video. Thank you so much for watching.